കലശം കുളിച്ച് ബാല്യക്കാർ കഴകം കയറി. കാലിക്കടവ് കരക്കക്കാവിന്റെ തിരുമുറ്റത്ത് ഇനി പൂരക്കളിയുടെ നാളുകൾ. പൂരോത്സവത്തിലെ സവിശേഷമായ ഈ ചടങ്ങ് നേരിൽ കാണാൻ നിരവധി ഭക്തജനങ്ങളും സന്നിധിയിൽ എത്തിയിരുന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഒൻപത്, 7, 5 എന്നിങ്ങനെ വ്യത്യസ്ത ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്നതാണ് ഉത്തരകേരളത്തിലെ പൂരാഘോഷം. മഹാക്ഷേത്രങ്ങളിൽ മിക്കതിലും 9 നാൾ നീണ്ടു നിൽക്കുന്ന പൂരോത്സവമാണെങ്കിൽ പ്രധാന കഴകങ്ങളിലും കാവുകളിലും 7 ദിവസവും ചെറിയ ക്ഷേത്രങ്ങളിൽ 5 ദിവസവുമാണ് പൂരോത്സവം. നിശ്ചയിച്ച പ്രകാരം പണിക്കന്മാരെ കൂട്ടിക്കൊണ്ടുവരുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. പന്തലിൽ പൊന്നുവെക്കൽ, പന്തൽക്കളി മാറൽ എന്നിവയ്ക്ക് ശേഷമാണ് കഴകം കയറൽ ചടങ്ങ് നടക്കുക. പിലിക്കോട് കരക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കഴകം കയറൽ ചടങ്ങ് കാണാൻ ഇത്തവണയും നൂറുകണക്കിന് ഭക്തജനങ്ങളെത്തി. കുണ്ടത്തിൽ തറവാട്ടിലെ പുറത്തെ പന്തലിൽ പൂരക്കളി പരിശീലനം പൂർത്തിയാക്കി കാവിനകത്തെ പന്തലിൽ പ്രവേശിക്കുന്നതാണ് കരക്കക്കാവിലെ കഴകം കയറൽ ചടങ്ങ്. സ്ഥാനികരും പണിക്കരും ബാല്യക്കാരും രേരമംഗലം ക്ഷേത്രത്തിൽ കലശം കുളിച്ച ശേഷമാണ് കഴകം കയറുന്നത്. പന്തൽക്കളി മാറൽ, അകത്തേക്കളി, ബറത്തുകളി എന്നിങ്ങനെ നീളുന്നതാണ് പൂരവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ചടങ്ങുകൾ. പൂരം കുളിയോടുകൂടിയാണ് പൂരാഘോഷം അവസാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.